നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന എറണാകുളം തിരുവാങ്കുളത്തെ കല്യാണിക്ക് നൊമ്പരത്തോടെ വിട നൽകി നാട്. നൂറുകണക്കിന് ആളുകളാണ് കല്യാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. വൈകിട്ട് തിരുവാണിയൂർ പഞ്ചായത്ത് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. കല്യാണിയുടെ ഛേദനേറ്റ ശരീരം മറ്റക്കുഴിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ അവിടമൊരു സങ്കടക്കടലായി മാറി. കല്യാണിയെ അവസാനമായി കാണാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. പിതാവിൻ്റെയും കല്യാണിയുടെ സഹോദരൻ്റെയും കരച്ചിലിൽ കണ്ടുനിന്നവരുടെ ഉള്ളുലഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അച്ഛൻ സുഭാഷിന്റെ വീട്ടിലാണ് കല്യാണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. കല്യാണിക്ക് വിട നൽകാൻ അംഗൻവാടിയിലെ കൂട്ടുകാരും ടീച്ചർമാരും എത്തിയത് വൈകാരിക രംഗമായി. തിരുവാണിയൂരിലെ പൊതുശ്മശാനത്തിൽ വൈകിട്ട് 5-നായിരുന്നു സംസ്കാരം. കൊച്ചി. എറണാകുളം തിരുവാങ്കുളത്തെ 4 വയസ്സുകാരി കല്യാണിയുടെ കൊലപാതകത്തിൽ അമ്മ സന്ധ്യ റിമാൻഡിൽ. കുഞ്ഞിനെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് സന്ധ്യ പോലീസിനോട് സമ്മതിച്ചു. കൊലപാതക കാരണം വ്യക്തമല്ലെന്നും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാടിന്റെ കാത്തിരിപ്പുകൾ വിഫലമാക്കി പുലർച്ചെ 2:20 മൂഴിക്കുളത്ത് ചാലക്കുടി പുഴയിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത്. കുഞ്ഞിനെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞെന്ന് പോലീസിനോട് അമ്മ സന്ധ്യ സമ്മതിച്ചു. കൊലപാതക കുറ്റമാണ് സന്ധ്യക്കെതിരെ ചുമത്തിയത്. കൊലപാതക കാരണം വ്യക്തമല്ല. മോട്ടീവ് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവര് അവിടെ പുഴയിൽ വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടിയില്ലാതെ വന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിൽ കുറച്ചും കൂടി അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ബാക്കി ആരെങ്കിലും അവിടുത്തെ ഐ വിറ്റ്നസ്സുകൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ കണ്ടെത്താനുണ്ട്. സോ നമ്മൾ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സന്ധ്യയെ ചോദ്യം ചെയ്തു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദം സന്ധ്യയുടെ കുടുംബം തള്ളി. സന്ധ്യയെ താൻ മർദ്ദിച്ചെന്ന ആരോപണം ഭർത്താവ് സുഭാഷ് നിഷേധിച്ചു. 1 മാസമായിട്ട് ഞാൻ ഇവിടെ ഇല്ല. ഞാൻ പിന്നെ ഈ അച്ഛനായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് എൻ്റെ മൂത്ത മോനാണ് ഇരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും പിള്ളേരോടോ അല്ലെങ്കിൽ ഇത്രയും അടുത്ത ആൾക്കാർ കിടപ്പില്ലേ, ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കല്യാണിയുടേത് മുങ്ങിമരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. സമീപകാലത്ത് ഇത്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടുന്നത് വിശദമായി പരിശോധിക്കേണ്ടതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. 24 കൊച്ചി. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികൾ LDFന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ പ്രതിപക്ഷം ഒപ്പം നിന്നില്ലെന്നും അർഹതപ്പെട്ടത് തരാതെ കേന്ദ്രം ഞെരുക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വാർഷികം കരിദിനമായി UDF ആചരിച്ചു. സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടോ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് 2016 മുതലുള്ള ഭരണനേട്ടങ്ങൾ നിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ അപ്രത്യക്ഷമായെന്നും വെല്ലുവിളിച്ചവർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ നടപ്പിലാക്കി. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ച് ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത്. നവകേരളം എന്നത് അവ്യക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ്. UDF കാലത്ത് വഴിമുട്ടി നിന്ന ഒട്ടേറെ പദ്ധതികൾ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ യാഥാർത്ഥ്യമായി. വികസനത്തിൽ ഒപ്പം നിന്നില്ലെന്ന് പ്രതിപക്ഷത്തിന് വിമർശനം. അർഹമായ പലതും തടഞ്ഞ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും മുഖ്യമന്ത്രി. സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ
കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ പ്രധാനമെന്നായിരുന്നു തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി പാലക്കാട് പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. വെള്ളിയാഴ്ച തിരുവനന്തപുരത്താണ് വാർഷികാഘോഷ സമാപനം. ചടങ്ങിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും. 24 കോഴിക്കോട്. വിവാദ വിഷയങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇഡിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വനംവകുപ്പിനെതിരെയുള്ള KU ജനീഷ് കുമാറിന്റെ പ്രതിഷേധം മുഖ്യമന്ത്രി തള്ളി. ED ഉദ്യോഗസ്ഥനെതിരെയുള്ള കോഴക്കേസിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ തന്നെ ആരോപണമുയർന്നെങ്കിലും ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വനംവകുപ്പിനെതിരെ കോന്നി MLA KU ജനീഷ് കുമാർ നടത്തിയ പ്രതിഷേധം തള്ളുകയാണ് മുഖ്യമന്ത്രി. ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് നേരെയുണ്ടായ പോലീസ് അപമാനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ദേശീയപാതയിൽ ചിലയിടങ്ങളിലുണ്ടായ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കും. ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്രാനുമതിയില്ലാതെ കേരളയിൽ നടപ്പാക്കാനാകില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കും. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുന്നൊന്നും ആരും കാണുന്നതില്ല. അതേസമയം ആശാസമരത്തിൽ ഒത്തുതീർപ്പിനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 കോഴിക്കോട്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ പര്യടനത്തിന് നാളെ തുടക്കം. ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം UAE ഉൾപ്പെടെ സന്ദർശിക്കും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ വാഗ അട്ടാരിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് പുനരാരംഭിച്ചു. ആകാശത്ത് കരുത്തറിയിച്ച പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് വ്യോമസേന. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും വിശദീകരിക്കുകയാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നടപടികളും സംഘം തുറന്നുകാട്ടും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാളെ യാത്ര തിരിക്കുന്നത്. UAE, ലൈബീരിയ, കോംഗോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തുക. ET മുഹമ്മദ് ബഷീർ, ബാൻസുരി സ്വരാജ് ഉൾപ്പെടെ സംഘത്തിൽ 7 അംഗങ്ങളാണുള്ളത്. നാളെ മുതൽ ഈ മാസം 31 വരെയാണ് ആദ്യ സംഘത്തിന്റെ സന്ദർശനം. ഈ മാസം 22-ന് അടുത്ത സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിക്കും. വിദേശ പര്യടനത്തിനുള്ള സംഘങ്ങളുടെ പ്രത്യേക യോഗം ഇന്ന് ചേർന്നു. യോഗത്തിൽ ഇന്ത്യയുടെ നയം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പോരാട്ട വീര്യവും കരുത്തും തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വ്യോമസേന. റഫേൽ, തേജസ്, MiG-29, ആകാശ്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പോർ വിമാനങ്ങളുടെ പ്രകടനവും വ്യോമ പ്രതിരോധ ശേഷിയും വീഡിയോയിൽ കാണാം. करे सो प्राण दे, जो मन करे सो प्राण ले, वही तो एक सर्वशक्तिमान है. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് വാഗ അട്ടാരി അതിർത്തിയിൽ നിർത്തിവെച്ച ബീറ്റിംഗ് റിട്രീറ്റ് വീണ്ടും ആരംഭിച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ഗേറ്റുകൾ തുറക്കുകയോ പരസ്പരം ഹസ്തദാനം നൽകുകയോ ചെയ്യില്ല. പൊതുജനങ്ങൾക്ക് ചടങ്ങ് കാണാൻ അവസരമുണ്ടാകും. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. പഹൽഗാം ഭീകരാക്രമണം തടയാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. സുരക്ഷാ പ്രശ്നം കാരണം കശ്മീർ യാത്ര റദ്ദാക്കിയ പ്രധാനമന്ത്രി 26 സാധാരണക്കാരുടെ ജീവൻ രക്ഷിച്ചില്ലെന്നും ഖർഗെ കുറ്റപ്പെടുത്തി. അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ജനുവരി 17 നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനം സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. എന്നാൽ സ്വന്തം സുരക്ഷ മാത്രം നോക്കിയ പ്രധാനമന്ത്രി വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തി. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടി യുദ്ധമെന്നും
ಮಲ್ಲಿಕಾರ್ಜುನ್ ಖರ್ಗೆ. ಪ್ರೋಗ್ರಾಮವನ್ನ ಕ್ಯಾನ್ಸಲ್ ಮಾಡುವಾಗ ನೀವು ಯಾಕೆ ಈ ಟೂರಿಸ್ಟ್ ಅನ್ನ ಪೊಲೀಸರ ಮುಖಾಂತರ ಯಾಕೆ ಹೇಳಲಿಲ್ಲ? ನೀವು ಹೋಗ್ಬೇಡಿ, ಅಲ್ಲಿ ತೊಂದರೆ ಇದೆ ಅನ್ನತಕ್ಕಂತ ಮಾತು ನೀವು ಹೇಳಲಿಲ್ಲ. വെടിനിർത്തൽ കരാറിന് പിന്നിൽ തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ഇന്ത്യയെ നാണം കെടുത്തി. നരേന്ദ്രമോദി അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു രാജ്യവും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നില്ല. രാഷ്ട്രതലവന്മാരുമായുള്ള ഫോട്ടോ എടുക്കാനുള്ള യാത്രകൾ മാത്രമാണ് മോദി നടത്തുന്നതെന്നും ഖർഗെ കുറ്റപ്പെടുത്തി. 24 ചെന്നൈ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വീണ്ടും പുക. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെന്ന് അറിയാൻ കഴിയുന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഈ കോഴിക്കോട് മുഫീസ് സ്റ്റാൻഡിൽ തന്നെയാണോ ഈ പുക കണ്ടത്? എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പുക ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിന് വിവരമറിയിച്ചു. ഇപ്പോൾ ബീച്ചിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ പുക എന്താണ് എന്നവർ വെള്ളം ഇപ്പോൾ ഈ കെട്ടിടത്തിലേക്ക് അടിച്ച് പരിശോധിക്കുകയാണ്. പുക അണയ്ക്കാനുള്ള അല്ലെങ്കിൽ പുക ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം 8 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആ വലിയൊരു തീ ഫയർഫോഴ്സ് അണച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ വീണ്ടും ഇന്ന് പുക ഉയരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീച്ചിൽ നിന്നുള്ള ഫയർ യൂണിറ്റാണ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫയർ യൂണിറ്റ് എത്തി അവിടെ തീ അണയ്ക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജിൻ, ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നേരത്തെ തീപിടുത്തമുണ്ടായ അതേയിടത്താണ് പുക ഉയർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ അവിടെ ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂർ ലഭ്യമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വീടുകൾ തകർന്നു. കാസർഗോഡ്, കാഞ്ഞങ്ങാട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കണ്ണൂർ മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ്, കാഞ്ഞങ്ങാട് മഴയെ തുടർന്ന് ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ അടുക്കളയിലടക്കം ചെളി നിറഞ്ഞു. ഈ മണ്ണ് ഗ്യാപ്പ് ഉണ്ടാ, അവിടെ ഉണ്ടായ മണ്ണുകൾ കംപ്ലീറ്റ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഏകദേശം ഇവിടെ രോഗികൾ താമസിക്കുന്നുണ്ട്, കുറെ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ഏകദേശം 100-ൽ മുകളിൽ കുടുംബക്കാർ താമസിക്കുന്ന ഏരിയ. അപ്പോൾ ഏത് സമയത്തും എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇത് പോകുന്നത്. ഈ കെട്ട് കണ്ട, ഇതൊന്നും ഒരിക്കലും ഒരു സേഫ് ആയിട്ട് കാണും. നിങ്ങൾക്ക് ഈ മുകളിൽ നിന്ന് ഈ ദൃശ്യം മുകളിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ സേഫ് എത്രമാത്രം ഉണ്ട് ഈ കോൺക്രീറ്റിന്റെ. കണ്ണൂർ കൊയ്യത്ത് വീടിന് മുകളിൽ മരം വീണു. പാറക്കാടിയിലെ മണികണ്ഠന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹനഗതാഗതം തടസ്സപ്പെട്ടു. മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് നാശനഷ്ടം സംഭവിച്ചു. ബാവോട്ടുപാറയിലെ കൃഷ്ണ മുരളിയുടെ വീടിന്റെ വയറിംഗാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലായി. വീടിന്റെ ചുമരിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കോട്ടൂളിയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. കോട്ടൂളി കടംകുന്നത്ത് വത്സലയുടെ വീടിന് മുകളിലേക്കാണ് മതിലിടിഞ്ഞു വീണത്. വീട് ഭാഗികമായി തകർന്നെങ്കിലും ആളപായമുണ്ടായിട്ടില്ല. അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു. ചുരത്തിലെ 8-ാം വളവിനും 9-ാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞത്. പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിന്റെ ഒരു വശം ഗതാഗതം തടസ്സപ്പെട്ടു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് കോഴിക്കോട് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഗാന്ധി റോഡ് സ്വദേശി ഹംസക്കോയാണ് മരിച്ചത്. കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 30 തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി. മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് കുഞ്ഞാലിമരക്കാർ എന്ന വള്ളം അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വള്ളം മറിയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരെ മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചെങ്കിലും ഗാന്ധി റോഡ് സ്വദേശി ഹംസക്കോയെ രക്ഷിക്കാനായില്ല. തോപ്പിൽ സ്വദേശികളായ ഷമീർ, അഷ്റഫ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്.
കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ആലിലക്കണ്ണൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. യന്ത്രത്തകരാറിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമാകുകയായിരുന്നു. ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബോട്ടിലുണ്ടായിരുന്ന 30 തൊഴിലാളികളെയും കരക്കെത്തിച്ചു. പോലീസ് ബോട്ട് ഉപയോഗിച്ചാണ് മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷാപ്രവർത്തനം നടത്തിയത്. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്തെ ദളിത് സ്ത്രീക്കെതിരായ പോലീസ് ക്രൂരതയിൽ കൂടുതൽ നടപടി ഉണ്ടാകിയിരിക്കുന്നു. ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യും. കന്റോൺമെന്റ് ACയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുകയാണ്. അജീഷ്, നേരത്തെ തന്നെ ഈ ബിന്ദു പറഞ്ഞതാണ് ഇത്തരത്തിൽ മറ്റു പോലീസുകാർ മോശമായി പെരുമാറി എന്നുള്ളത്. അതിൽ നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ നേരത്തെ വ്യക്തമായതുമാണ്. ഇതിപ്പോൾ ASI പ്രസന്നനെ സസ്പെൻഡ് ചെയ്യുമെന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. വിവരങ്ങൾ പറയും. പ്രജിൻ, എന്തായാലും നേരത്തെ SI സ്റ്റേഷൻ ഹൗസ് ഇൻചാർജ് ആയിട്ടുള്ള അന്നത്തെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ SIയെ സസ്പെൻഡ് ചെയ്തിരുന്നു, SG പ്രസാദ്. ഇതിന് പിന്നാലെയാണ് ഈ ബിന്ദു ആരോപണം ഉന്നയിച്ചിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറാകും നാളെ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുക. കന്റോൺമെന്റ് AC ആയിരുന്നു ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിലാണ് അന്ന് GD ചാർജായി ഉണ്ടായിരുന്ന പ്രസന്നൻ, അദ്ദേഹം ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തി, അമിതാധികാര പ്രയോഗം നടത്തി, കൂടാതെ ബിന്ദുവിനെ ഒരു കേസിൽ കുറ്റാരോപിതയായി എത്തിയ ഒരു സ്ത്രീയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങൾ ASI പ്രസന്നനെതിരെ കണ്ടെത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയത്. എന്തായാലും സസ്പെൻഷൻ ഉത്തരവ് വൈകാതെ തന്നെ ഇറങ്ങും, നാളെ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഈ ബിന്ദു ആരോപിച്ചിരുന്നത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. 3 പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മോശമായ രീതിയിൽ പെരുമാറിയെന്നാണ് ബിന്ദു പറഞ്ഞിരുന്നത്. അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. 9 വർഷക്കാലത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേള. തൃശ്ശൂരിൽ അങ്ങനെ ഒരു പൂരത്തിന് കൂടി കൊടിയേറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള. കാത്തിരിക്കുന്നതാകട്ടെ വൈവിധ്യങ്ങളുടെ ഒരു ലോകവും. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 189 സ്റ്റാളുകൾ, സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ, കരിയർ ഗൈഡൻസ്, സ്റ്റാർട്ടപ്പ് മിഷൻ, കാർഷിക പ്രദർശന വിപണന മേള, സാംസ്കാരിക കലാപരിപാടികൾ, സെമിനാറുകൾ. അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിൽ അലിയുകയാണ് തൃശൂർ നഗരം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മികച്ച സംഘാടനത്തോടെയാണ് മേള ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രി K രാജൻ. കേരളത്തിലെ 9 വർഷക്കാലത്ത് ഈ നാട് കണ്ട ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനത്തിൻ്റെ പരിച്ഛേദങ്ങൾക്ക് പുറമെ തൃശ്ശൂരിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന പ്രത്യേകതകൾ ഉൾപ്പെടെ നേരിട്ട് കാണാം. ഈ സ്റ്റാളുകളിലൂടെ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ അവസരം കിട്ടും. നേരിട്ട് ഇവിടെ സമീപിച്ചാൽ അതിന് പെട്ടെന്ന് പരിഗണനയും ലഭ്യമാണ്. know anything about Thrissur? Thrissur, known as the cultural capital of Kerala, is famous for its vibrant festivals. മികച്ച ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതാകും മേളയെന്ന് അടിവരയിടുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. കേരള സർക്കാർ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട് ബൃഹത് പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനക്ഷേമകരങ്ങളായിട്ടുള്ള സമഗ്ര പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ജനങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കാനും അതുപോലെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾ സർക്കാർ സഹായത്തോടു കൂടി തയ്യാറാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുമൊക്കെ സഹായകരമായ വിധത്തിൽ വിശദമായി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് ഈ പ്രദർശന വിപണന മേള. സർക്കാരിന്റെ വികസന പദ്ധതികൾ വിശദീകരിക്കുന്ന സ്റ്റോളുകൾക്ക് പുറമെ അറിവും വിനോദവും മേള ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കും. കായിക കേരളത്തിന്റെ വികസനങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്റ്റോളാണിത്. പക്ഷെ ഇവിടെ എത്തിയാൽ കുട്ടികളെന്ന് വേണ്ട മുതിർന്നവർക്ക് വരെ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെടാം. ഏറ്റവും കൂടുതലായിട്ട് ക്രൗഡ് വരുന്നത് നമ്മുടെ സ്പോർട്സിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള
ഉപകരണങ്ങൾ ഇവിടെ നിറയുണ്ട്. ഒന്നാമത് ആർച്ചറി, പിന്നെ ബോൾ ഇൻ ദ ബാസ്ക്കറ്റ്, പിന്നെ റിങ്സ്, പിന്നെ ബോൾ ത്രോ, ഫുട്ബോള്, അങ്ങനെ ഒരുപാട് ഇവന്റ്സ് ഉള്ളത് കൊണ്ട് കുട്ടികൾ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് ഇതിലേക്ക്. കായിക മേഖലയിൽ കഴിഞ്ഞ 9 വർഷം നടപ്പാക്കിയ വികസനങ്ങൾ മേള ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ലഹരിക്കെതിരായി സംസ്ഥാനത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ ചേർത്തു നിർത്തുകയാണ് മേള. എക്സൈസ്, പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകൾ ലഹരിക്കെതിരായി നടത്തുന്ന പോരാട്ടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ തുറന്നുകാട്ടുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റോൾ. എന്താ കാണുന്നത് ഇപ്പൊ? പേടിക്കണ്ടോ? എന്താ കണ്ട പേടിക്കാൻ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റോളാണ് കണ്ടത്. ഇപ്പോൾ ഈ കുട്ടിയെ കാണിച്ചത് നമ്മുടെ പുതിയ അധ്യയന രീതിയാണ്. അതായത് ഇതൊരു പ്രൊജക്ടർ സംവിധാനം, വെർച്വൽ റിയാലിറ്റി ലാബാണ് ഇത്. നമ്മുടെ SSK ആണ് സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ GVHSS ദേശമംഗലത്താണ് നമ്മൾ ആദ്യമായിട്ടത് കൊടുത്തിട്ടുള്ളത്. കൊടുത്ത പ്രൊജക്ട് എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ്. അതിപ്പോൾ മെയിനായിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യണു എന്നൊക്കെ നമുക്ക് വെർച്വലി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടിങ്കറിംഗ് ലാബ്, വെർച്വൽ റിയാലിറ്റി ലാബ് തുടങ്ങി വിദ്യാഭ്യാസ മേഖലയുടെ ആധുനികവൽക്കരണം നേരിൽ കാണാനാകും ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും. എക്കോ, who is R. Srikandan Nair? According to Wikipedia, Srikandan Nair aka Skin is a media personality, television anchor, veteran journalist and managing director of Flowers TV and 24 News. 24 വരെ നീണ്ടു നിൽക്കുന്ന മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. പൊതുജനങ്ങൾക്കായി ഒട്ടേറെ മത്സരങ്ങളും സമ്മാന പദ്ധതികളും എന്റെ കേരളത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനൊപ്പം ജനോപകാരപ്രദവും അറിവുകൾ സമ്മാനിക്കുന്നതുമായ നിരവധി സ്റ്റോളുകളും ഇവിടെ കാത്തിരിപ്പുണ്ട്. ഒപ്പം ചില സസ്പെൻസുകളും. അത് കണ്ടു തന്നെ അറിയുക. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡായ കാൻഡിയറിന്റെ ബ്രാൻഡ് അംബാസിഡറായി ബോളിവുഡ് താരം ഷാറൂഖ് ഖാനെ നിയമിച്ചു. ആഭരണങ്ങൾ വ്യക്തിത്വവും സ്നേഹവും ഓർമ്മകളും ശക്തമായി പ്രകടിപ്പിക്കുന്നവയാണെന്നും കാൻഡിയറിന്റെ കാഴ്ചപ്പാടുകൾ ഏറെ മികച്ചതാണെന്നും ഷാറൂഖ് ഖാൻ പറഞ്ഞു. ആധുനിക അഭിരുചികൾക്ക് ചേരും വിധം വൈവിധ്യ രൂപകൽപ്പനയിലും ശേഖരത്തിലും ലൈഫ് സ്റ്റൈൽ ആഭരണ രംഗത്ത് സവിശേഷ സ്ഥാനം ഉറപ്പിക്കാൻ കാൻഡിയറിന് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്കുള്ള ആഭരണ ശേഖരം കൂടി അവതരിപ്പിക്കുന്നതിലൂടെ ഏറ്റവും വിപുലമായ ആഭരണ ബ്രാൻഡ് എന്ന വിഭാഗത്തിലും കാൻഡിയർ വളർച്ച നേടും. ജെൻസി തലമുറയുടെ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് കാൻഡിയർ ആഭരണങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് ഡയറക്ടർ രമേശ് കല്യാടാമൻ പറഞ്ഞു. 10,000 രൂപ മുതലുള്ള ആഭരണങ്ങളാണ് കാൻഡിയർ ബ്രാൻഡിലുള്ളത്. 24 റൗണ്ട് പൂർത്തിയാവുന്നു.